അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്. ആൻഡ് ഹിയർ വി യൂസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ടു പ്രൂവ് ഓൾ ദ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസ് ചെയ്ത് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്താണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ലെറ്റ് us see what are the information do we get from a velocity time graph. ആദ്യം അത് ചെക്ക് ചെയ്യാം. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഡെഫിനറ്റ്ലി അത് ആക്സിലറേഷൻ ആയിരിക്കുമല്ലോ തരുക. എന്താണ്? സ്ലോപ്പ് ഓഫ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ സ്ലോപ്പ് വരച്ചിട്ടുണ്ട് അല്ലേ? ഈ സ്ലോപ്പ്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന സ്ലോപ്പ് അത് യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫാണിത്. ആൻഡ് ഈ സ്ലോപ്പ് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് ആക്സിലറേഷൻ. ഇത് നോട്ട് ചെയ്യുക. എപ്പോഴും സ്ലോപ്പിൽ നിന്ന്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് ആക്സിലറേഷനാണ് കിട്ടുക. ആൻഡ് നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. എ ബി എന്നുള്ള വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഉള്ളിലുള്ള ഏരിയ. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് us ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്റ്റ്. അപ്പോൾ ഈ 2 പോയിന്റ് മസ്റ്റായിട്ട് ഓർമ്മിച്ചിരിക്കുക. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്നാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അതുപോലെ തന്നെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടെത്തിയാൽ അതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദാറ്റ് ഒബ്ജെക്റ്റ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ആൻ ഒബ്ജെക്റ്റ്. ഓക്കെ, ഈ 2 പോയിന്റും ഓർമ്മിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൂഫിലേക്ക് പോകാൻ പറ്റൂ. സോ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാം. സോ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുമ്പം ഒരു പോയിന്റ്, ഈ ഒരു ഫസ്റ്റ് പോയിന്റ് മനസ്സിൽ വെക്കുക. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷന് വേണ്ടി നമുക്ക് ആ ഒരു പോയിന്റ് ഓർക്കുക. ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ആൻഡ് എ ബി എന്നതാണ് നമ്മുടെ ഗ്രാഫ്, യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫ്. ഈ സ്റ്റാർട്ടിങ് ഒറിജിൻ ഒ എ എന്ന് പറയുന്നത്, ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഒരു 10 m/s വെലോസിറ്റി ആണെങ്കിൽ ആൻഡ് ബിയിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 60 m/s എയ്ക്ക് കറസ്പോണ്ടിങ് 10 m/s. ഇങ്ങനെ ഒരു വാല്യൂ തന്നാൽ എളുപ്പമാണ്. ഒ എ എന്ന് പറയുന്നത് 10 m/s ആണ്. ദിസ് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി. ഇനി ബി കറസ്പോണ്ടിങ് നമ്മൾ വൈ ആക്സിസിലേക്ക് വരയ്ക്കുന്നുണ്ട് 60 m/s. അതാണല്ലോ ഫൈനൽ വെലോസിറ്റി. സോ ദിസ് ഈസ് ദ ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്നത്. ആൻഡ് ബിക്ക് കറസ്പോണ്ടിങ് നമുക്ക് എക്സ് ആക്സിസിലേക്ക് വരയ്ക്കാം, ടൈം ആക്സിസിലേക്ക്. ഓക്കെ, ആൻഡ് ഒ എ ബി സി, ഈ പോയിന്റ് ഡി, ഇത് ഇ ആയിട്ട് എടുക്കാം. ഇതാണ് ഗ്രാഫ്. വാല്യൂ തൽക്കാലം നമുക്ക് മായ്ക്കാം. സോ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്? എ ഒ അല്ലെങ്കിൽ ഒ എ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. എ ഒ എ ഈസ് ഈക്വൽ ടു യു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണല്ലോ ഇത് ഡി ആണ്. ഡി സി ഓർ ഡി സി ഈസ് ഈക്വൽ ടു യു എന്ന് എഴുതാം. ഓക്കെ, ഒ എ എന്ന് പറയുന്നത് യു ആണ്, അത് തന്നെയാണ് ഡി സി. ഇനി ഒ ഇ എന്ന് പറയുന്ന ഈ ഹൈറ്റ്, അതാണ് ഫൈനൽ വെലോസിറ്റി അല്ലേ? ഒ ഇ അത് തന്നെയല്ലേ ബി സി, കറസ്പോണ്ടിങ് ബി സി. സോ ഇത് ബി സി, സെക്കൻഡ് പോയിന്റ്. ബി സി ഈസ് ഈക്വൽ ടു വി, ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഇത് ഫൈനൽ വെലോസിറ്റി വി. ഒ മുതൽ ഇ വരെയാണ് ഫൈനൽ വെലോസിറ്റി. ഇതായിരുന്നു 60 ഞാൻ നേരത്തെ എഴുതിയത് അല്ലേ? അതേപോലെ തന്നെയാണ് ബി സി എന്ന് പറയുന്നത്. ബി സി എന്ന് പറഞ്ഞാലും വി, ഫൈനൽ വെലോസിറ്റിയാണ്. ആൻഡ് ഡി സി നമ്മളിപ്പോൾ എഴുതി അത് യു ആണ് എന്നുള്ളത് അല്ലേ? ഓക്കെ, തേർഡ് പോയിന്റ്. ഇനി നമുക്ക് എന്താ ഗ്രാഫിൽ നിന്ന് വാട്ട് ആർ ദ ഗിവൺ ഡാറ്റ? ഒ സി എന്ന് പറഞ്ഞ ടൈം അല്ലേ? ഒ സി ഈസ് ഈക്വൽ ടു ടൈം ടി. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് എ ഡി എന്ന് പറഞ്ഞാലും ടൈം തന്നെയല്ലേ? ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, ഇവിടെ ബി സി വി ആണെന്ന് പറഞ്ഞു, അതുപോലെ ഡി സി യു ആണെന്ന് പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ബി ഡി? ബി മുതൽ സി വരെ വി, ഫൈനൽ വെലോസിറ്റി. ഡി സി ഇനീഷ്യൽ വെലോസിറ്റി യു. Then what is BD? ഈ സെക്ഷൻ. അപ്പോൾ therefore BD is equal to V minus U ആണല്ലോ ഈ ചെറിയ സെക്ഷൻ.
വി മൈനസ് യു. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഗ്രാഫിൽ നിന്ന് നമുക്ക് ഓൾറെഡി ഈ ഗ്രാഫ് വരച്ചതിന് ശേഷം എഴുതി വെക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണിത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ്? ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, സോ നേരത്തെ മുന്നേ നമ്മളെടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ഫോർ എനി ഗ്രാഫ് ദ സ്ലോപ്പ് ഈസ് y by x ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഫോർ എനി ഗ്രാഫ് ദ സ്ലോപ്പ് ഈസ് y ആക്സിസ് വാല്യൂ ഡിവൈഡഡ് ബൈ x ആക്സിസ് വാല്യൂ. ഇത് ട്രിഗ്നോമെട്രി പഠിച്ചതിന് ശേഷമേ ഇത് എങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. 10th സ്റ്റാൻഡേർഡിലാണ് ട്രിഗ്നോമെട്രി സ്റ്റാർട്ട് ചെയ്യുക. സോ ജസ്റ്റ് ഓർമ്മിച്ചിരിക്കുക, സ്ലോപ്പ് ഓഫ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ y ആക്സിസ് വാല്യൂ ഡിവൈഡഡ് ബൈ x ആക്സിസ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y by x ആണ്. നമ്മുടെ ഈ ഗ്രാഫിലെ സ്ലോപ്പ് എന്താണ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആക്സിലറേഷൻ ആണ് അല്ലേ. ദാറ്റ് ഈസ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു y. y എന്ന് പറഞ്ഞാൽ എന്താ? BD ഡിവൈഡഡ് ബൈ x ആക്സിസിൽ AD ആണ് അല്ലേ. AD y by x y BD ആണ്. ആൻഡ് x ആക്സിസിലുള്ളത് കറസ്പോണ്ടിങ് AD. ഇത് ഓക്കെ. ആൻഡ് വാട്ട് ഈസ് BD? നമ്മൾ കുറച്ച് ഡാറ്റ നേരത്തെ എഴുതി വെച്ചിരുന്നു അല്ലേ. ഗ്രാഫിൽ നിന്ന് നമുക്ക് എഴുതി വെച്ച കുറച്ച് ഡാറ്റ ഉണ്ട്. അതിൽ BD എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? V മൈനസ് യു. ദാറ്റ് ഈസ് അഗെയിൻ A ഈസ് ഈക്വൽ ടു V മൈനസ് യു ഡിവൈഡഡ് ബൈ AD. AD എന്താണ്? ടൈം അല്ലേ. AD അല്ലെങ്കിൽ OC രണ്ടും ടൈമാണ്. ഓക്കെ, സോ അതിന് ടി എന്ന് കൊടുക്കാം. സോ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു. ഒന്ന് ജസ്റ്റ് കറക്റ്റ് ഓർഡറിൽ എഴുതാം. വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ടി എന്ന് എഴുതാം. ദെൻ therefore v ഈസ് ഈക്വൽ ടു, നമുക്ക് v എന്താണെന്ന് നോക്കാം. ഫൈനൽ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു മൈനസ് യു അങ്ങോട്ട് പോയാൽ എന്താവും? പ്ലസ് യു ആവും. ദാറ്റ് ഈസ് യു പ്ലസ് എ ടി. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. അങ്ങനെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഈസ് നോൺ ആസ് വെലോസിറ്റി ടൈം റിലേഷൻ. ഇത് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷനാണ്. സോ വി കോൾ ഇറ്റ് ആസ് വെലോസിറ്റി ടൈം റിലേഷൻ. സോ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക പ്രൂവ് വെലോസിറ്റി ടൈം റിലേഷൻ എന്നായിരിക്കും. വെലോസിറ്റി ടൈം റിലേഷൻ ഈസ് v ഈസ് ഈക്വൽ ടു u പ്ലസ് എ ടി. ഇതിലെ എല്ലാ ഫാക്ടേഴ്സും നമുക്കറിയാം. v ഈസ് ഫൈനൽ വെലോസിറ്റി, u ഈസ് ഇനീഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ ആൻഡ് t ടൈം. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, ദാറ്റ് ഈസ് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ പ്രൂവ് ചെയ്യാം. സോ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ പ്രൂവ് ചെയ്യാൻ സെയിം ഗ്രാഫാണ് ആൻഡ് ഓൾസോ ദ സെയിം ഡീറ്റെയിൽസ്. നമുക്ക് ഇത് മറ്റൊരു ഗ്രാഫിൻ്റെ ആവശ്യമില്ല. അത് സെയിം ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ പ്രൂവ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ പ്രൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് പോയിന്റ് ഇതാ. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈക്വൽസ് ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ കണ്ടെത്തിയാൽ നമുക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽ ബൈ ദാറ്റ് ഒബ്ജക്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഏതാണ് ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്? എ ബി ആണ് നമ്മുടെ ഗ്രാഫ് അല്ലേ. സോ എ ബി എൻക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഏരിയ ദാറ്റ് ഈസ് OABC ആണ്. OABC എൻക്ലോസ്ഡ് ആയി വരുന്ന ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ട്രാവൽഡ്. ദാറ്റ് ഈസ് ഈ ഏരിയ ആണ് നമ്മൾ ഈ പാർട്ടും ആൻഡ് ഓൾസോ ഈ, അങ്ങനെയാണ് ടോട്ടൽ OABC ആവുക അല്ലേ. ഈ രണ്ട് ഏരിയയും ഈ രണ്ട് ഫിഗറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതൊരു ട്രയാങ്കിൾ ABD ഒരു ട്രയാങ്കിളും അതുപോലെ OADC ഒരു റെക്റ്റാങ്കിളുമാണ്. സോ അങ്ങനെ സെപ്പറേറ്റ് നമുക്ക് ആ ട്രയാങ്കിളിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ നമുക്ക് ആ ടോട്ടൽ ഓവറോൾ ഈ ഏരിയ എൻക്ലോസ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെക്ഷൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നോക്കാം. ഡിസ്റ്റൻസ് ഈക്വൽസ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ OADC, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ OADC plus area of triangle ABD, area of triangle ഏതാണ് ട്രയാങ്കിൾ ABD. സോ ഇത് രണ്ടും ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഈ രണ്ടും ഡിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എസ് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പ്ലസ്
ഏരിയ ഓഫ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് ഏരിയ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ബി എച്ച്. ഈ രണ്ട് ഇക്വേഷൻസിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇത് ബ്രെഡ്ത്ത് ഒ സി ലെങ്ത്ത് അല്ലേ. അപ്പോൾ നമുക്ക് ഒ എ ഇൻറ്റു ഒ സി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പ്ലസ് ഹാഫ് ബേസ്. അടുത്ത ട്രയാങ്കിൾ ആണ്, ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ്, ബേസ് ഏതാ എ ഡി ആണ് ബേസ്, ഹാഫ് ഇൻറ്റു എ ഡി ഇൻറ്റു ഹൈറ്റ് എത്രയാണ് ബി ഡി ആണ് ഹൈറ്റ്, ബി ഡി. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ ഒരു ഒ എ ഒ സി അതിനൊക്കെ വാല്യൂസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു ഒ എ യു ആണ് ഇൻറ്റു ഒ സി ടൈം ആണ് അല്ലേ ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ഡി. എ ഡി എന്താണ് ടൈം, എ ഡി ടൈമാണ് ഇൻറ്റു ബി ഡി. ബി ഡിക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആക്സിലറേഷൻ എ ഈക്വൽസ് ബി ഡി ബൈ എ ഡി എന്ന് ആ പ്രൂഫ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ലോപ്പ് ഈക്വൽ ടു വൈ ബൈ എക്സ് വാല്യൂ. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിൽ സ്ലോപ്പ് വൈ വാല്യൂ ബൈ എക്സ് വാല്യൂ, അതുപോലെ തന്നെ ആക്സിലറേഷൻ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ബി ഡി ബൈ എ ഡി, ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു ബി ഡി ബൈ എ ഡി. എന്താണ് എ ഡി ടൈം ആണല്ലോ, ഇതിന് കറസ്പോണ്ടിങ് എ ഡിയും ടൈം ആയതുകൊണ്ട് നമുക്ക് ടി കൊടുക്കാം. Therefore ബി ഡിക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബി ഡി ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ എ ടി. ഈ വാല്യൂ ബി ഡിക്ക് പകരം ബി ഇൻസ്റ്റെഡ് ഓഫ് ബി ഡി വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എ ടി ഹിയർ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ബോക്സ് എഴുതി സൈഡിൽ നമ്മൾ വെക്കുക. ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വി നോ ദാറ്റ് എ ഈക്വൽ ടു ബി ഡി ബൈ എ ഡി, ദാറ്റ് ഈസ് എ ഈക്വൽ ബി ഡി ബൈ എ ഡി ടൈം ആണ് ടി. അപ്പോൾ നമുക്ക് ബി ഡി എന്ന വാല്യൂവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എ ടി. So a t substitute ചെയ്യാം. So here comes the end of this equation, that is s is equal to ut plus half a t into t, t square. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇത്രയും സ്റ്റെപ്സ് കൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ എന്താണ് ഈ റിലേഷൻ എന്ന് പറയുന്നത്, എസ് ഈസ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയാം. ഓക്കെ, എസ് ഈസ് ഡിസ്റ്റൻസ് ഓർ പൊസിഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് വാട്ട് എവർ, ആൻഡ് ടൈം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം റിലേഷൻ ആണ് ഈ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ തരുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും അല്ലെങ്കിൽ പൊസിഷനും ടൈമും തമ്മിലുള്ള റിലേഷൻ. സോ വി കോൾ ദ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആസ് പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. ആ ഒബ്ജക്റ്റിൻ്റെ എക്സാക്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് തന്നെയാണ്. സോ പൊസിഷൻ ടൈം റിലേഷൻ എന്ന് പറയും ഇതിനെ, പൊസിഷൻ ടൈം റിലേഷൻ. ഏതാണ് പൊസിഷൻ ടൈം റിലേഷൻ എന്ന് ചോദിച്ചാൽ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മളോട് വെലോസിറ്റി ടൈം റിലേഷൻ ചോദിച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വി ഈക്വൽസ് യു പ്ലസ് എ ടി. എക്സാമിന് ചോദിക്കുക ക്വസ്റ്റ്യൻ ചിലപ്പോൾ പ്രൂവ് പൊസിഷൻ ടൈം റിലേഷൻ എന്നായിരിക്കും. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് തരില്ല. അപ്പോൾ പൊസിഷൻ ടൈം റിലേഷൻ പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ സെയിം ഈ ഗ്രാഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡാറ്റ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫാണ് അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ടോട്ടൽ പാർട്ട് എൻക്ലോസ്ഡ് ബൈ ദിസ് ഗ്രാഫ്, അതായത് ഒ എ ബി സി ആണ്. സോ ഡിഫറെൻറ്റ് ഫിഗറിൻ്റെ ഏരിയ നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തി, റെക്റ്റാങ്കിളിൻ്റെയും ട്രയാങ്കിളിൻ്റെയും അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫൈനലി നമ്മൾ എവിടെ എത്തി, ഇക്വേഷനിലേക്ക് എത്തി. ഓക്കെ, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ.